ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിലും. ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. അദ്ദേഹം ഇപ്പം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കാണ് ഒരു പക്ഷേ അറിയുക. അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം, അതിന് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം, അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. തെറ്റി നിൽക്കുന്നത് കൊണ്ടാണോ, സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണോ കുറച്ച് സോഫ്റ്റ് നിലപാട് അൻവറിനോട് താങ്കൾ നിന്ന് കാണുന്നു? സാധാരണ നിങ്ങൾ അറ്റാക്ക് ചെയ്യുക എന്നതാണ് സ്വരാജിന്റെ ഒരു മോഡ്. അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാ മനുഷ്യരോടും സോഫ്റ്റ് നിലപാടല്ലേ. ആശയപരമായ കാര്യങ്ങളിൽ ദൃഢത ഉണ്ടാവും, അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പക്ഷെ വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് ആരോടും ശത്രുതയുണ്ടോ? ആരോടും ശത്രുതയില്ലല്ലോ. എല്ലാവരോടും സഹോദര്യം, സൗഹൃദം, അത്രയല്ലേ ഉള്ളൂ. അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ത്രികോണ മത്സരം BJP കൂടി മത്സരരംഗത്തേക്ക് വരും. അപ്പോൾ എങ്ങനെ ഒരു ഫൈറ്റ് ആയിരിക്കും നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത്? അല്ല, ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേയില്ല. ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല LDF നിലപാട് സ്വീകരിക്കുന്നത്. LDF നാടിന്റെ ഭാവിയെ കരുതി, ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ്. ആര് മത്സരിക്കുന്നു എന്നതൊന്നും ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല. അത് അവരവരുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കട്ടൻ റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് അദ്ദേഹം പ്രാധാന്യത്തിൽ? അല്ല, അതൊരു അലങ്കാരിക പ്രയോഗമാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയുമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുൻപായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതൊക്കെ ആലങ്കാരികമായ വിശേഷണങ്ങളാണ്, സ്വാഭാവികം. ഇനിയും പോകാൻ സാധിക്കില്ലല്ലോ, ഇവിടെയല്ലേ. നാളെ തീർച്ചയായിട്ടും നാളെ ഈ സ്ഥാനാർത്ഥി നിർണയം വൈകിയ സമയത്ത് LDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള വലിയ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് നേതൃത്വം അങ്ങയുടെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലിട്ട് കുഞ്ഞാലിയുടെ മണ്ണാണ്, വലിയ വിപ്ലവ മണ്ണാണെന്ന് പറയുന്ന നിലമ്പൂരിലേക്ക് എന്തുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിലേക്ക് ഒരാൾ വരാത്തത്, അവിടെ ചുമതല വഹിക്കുന്ന സ്വരാജ് വരുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ചോദ്യമുണ്ട്. അങ്ങേ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും ഒരു ആവശ്യം. അത് അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണോ, അങ്ങ് നല്ല എതിരാളിയാണെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണോ, അതിനെങ്ങനെയാണ് അങ്ങ് കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, LDFന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിട്ടില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ്, അതല്ലേ 2-ാം തീയതിയാണ് എന്ത് തോന്നുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം. അപ്പൊ അതിനു മുമ്പ് തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ മുൻപേ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും. ഞങ്ങളുടെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 30-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. വൈകിട്ടില്ല. 1. 2, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാണിക്കുണ്ടായി. എനിക്കതിൽ തോന്നുന്നത്, അപ്പോൾ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു. അപ്പൊ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥിത്വത്തിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇപ്പൊ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അപ്പൊ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂടി അഭിപ്രായത്തെ മുഖവിലക്കെടുത്ത ഈ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ നിങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, എന്നാ പിന്നെ കാണാം. ശരി, ഒരുമിച്ച് സൈഫ് സൈനുലാബ്ദീൻ തുടരുന്നു. സൈഫ്, നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് സ്വരാജിനെ തീരുമാനിക്കുമ്പോൾ CPIM മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരിക്കൽ കൂടി സംസാരിക്കാമെന്ന് തോന്നുന്നു. സ്വരാജ് ഈ സമീപ ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യധാരയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ചില നിലപാടുകളുമായി നിൽക്കുന്നു. അതിന് മതനിരപേക്ഷ ചേരികളുടെ വിശാല ഇടതുപക്ഷത്തിൻ്റെയൊക്കെ വലിയ പിന്തുണ കിട്ടുന്നതൊക്കെ കണ്ടതാണ്. ഇടക്കാലത്ത് അദ്ദേഹം ഫ്രണ്ട് ലൈനിൽ ഇല്ല എന്നൊക്കെയുള്ളൊരു പരാതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സവിശേഷ സന്ദർഭത്തിൽ കൂടിയാണ് നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ പല ഘടകങ്ങൾ, അനുകൂലമായ ഏതൊക്കെ ഘടകങ്ങളെയാണ് CPM കാണുന്നത്? വിഷയങ്ങളിലുള്ള ക്ലാരിറ്റി, അത് സ്വരാജിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു വിഷയം എടുത്താൽ ഇപ്പോൾ CPM-ലുള്ള നേതാക്കന്മാരിൽ ഏറ്റവും ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുന്ന എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ ഒരാളാണ്
എം സ്വരാജ്. അത് ഏത് വിഷയമെടുത്താലും, ഇപ്പോൾ അന്താരാഷ്ട്ര വിഷയമെടുത്താലും, ദേശീയ വിഷയമെടുത്താലും, സംസ്ഥാന വിഷയമെടുത്താലും, പ്രാദേശിക വിഷയമെടുത്താലും വളരെ ക്ലാരിറ്റി എം സ്വരാജിനുണ്ടാകും. അത് സ്വരാജിൻ്റെ എഴുത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്വരാജ് സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സ്വരാജിനെ ആരെങ്കിലും അങ്ങനെ സ്വരാജിൻ്റെ ഒരു അറ്റാക്കിംഗ് സ്വഭാവം അല്ലെങ്കിൽ ഒരു ആക്രമണോത്സുകത നമ്മൾ ചില സമയങ്ങളിൽ ചാനൽ ചർച്ചകൾ കണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊള്ളുന്ന രീതിയിലാണ് എം സ്വരാജിൻ്റെ സംസാരം. ഇവിടെ എന്തുകൊണ്ട് എം സ്വരാജ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് നിഷാദ്. ഇവിടെ എന്തുകൊണ്ട് എം സ്വരാജ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരം വേണം എന്ന് CPM തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കുമ്പോൾ അവർക്ക് UDF സ്ഥാനാർത്ഥിക്കൊപ്പമോ അതിന് മുകളിലോ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതിനകത്ത് വളരെ നിർണായകമായിട്ടുണ്ടെന്നാണ് നമുക്ക് CPMൻ്റെ ചില നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. PV അൻവർ ഇറങ്ങി വരുന്നത് LDF വിട്ട് UDFിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ഇറങ്ങി വരുന്നത് പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. അങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം LDF വിട്ട് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായിസത്തിനെതിരായ പോരാട്ടമായിരിക്കും ഇത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് എല്ലാ ഘട്ടങ്ങളിലും PV അൻവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മത്സരം വരുമ്പോൾ LDFിൽ നിന്ന് രാജിവെച്ച് അവിടെ ഒരു മത്സരം വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഒരു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ട് ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മത്സരം വെറുതെ ഒരു മത്സരത്തിന് വേണ്ടി നിന്നു കൊടുക്കേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിനകത്ത് നിർണായകമായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആര് എന്നുള്ള ചോദ്യം വരുമ്പോൾ നിലമ്പൂർ സ്വദേശിയായ ഈ മണ്ഡലത്തിൻ്റെ ചുമതല, അതായത് അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ചുമതല പാർട്ടി എം സ്വരാജിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹം അത് കൃത്യമായി തന്നെ, ഇപ്പോൾ ഞാനുള്ളത് കുഞ്ഞാലി സ്മാരക മന്ദിരത്തിലാണ്, ഏരിയ കമ്മിറ്റി ഓഫീസാണ്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പാർട്ടി വോട്ട് ചേർക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ കേന്ദ്രീകരിച്ച് എല്ലാ ബൂത്ത് കമ്മിറ്റികളും എല്ലാ ലോക്കൽ കമ്മിറ്റികളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തനം ഏകോപിപ്പിച്ച് വരികയായിരുന്നു. മണ്ഡലത്തിൽ സുപരിചിതനായ ആളാണ്. പിന്നീട് നിഷാദ് പറഞ്ഞ ചില വിഷയങ്ങളിൽ സ്വരാജ് എടുക്കുന്ന നിലപാട് അത് ചില ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വരാജ് എടുത്ത നിലപാടുണ്ട്. അത്രയും ക്ലാരിറ്റിയുള്ള ഒരു നിലപാട് കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അപൂർവമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും ഒടുവിൽ പല വിഷയങ്ങളിലും സ്വരാജിന്റെ സംസാരം പല വിഷയങ്ങളിലും വരുമ്പോൾ അതിൽ ക്ലാരിറ്റിയോട് കൂടി സ്വരാജ് വിവരങ്ങൾ നൽകുന്നത്.